ഹലോ ഫ്രണ്ട്സ്, ഏണസ്റ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് കേരള PSCയുടെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ്സ് നിങ്ങളെ അറിയിക്കാനായിട്ടാണ്. ഇക്കഴിഞ്ഞ ദിവസം കേരള PSC കമ്മീഷൻ യോഗത്തിൽ 9ഓളം തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാനായിട്ട് തീരുമാനമായിട്ടുണ്ട്. അതിൽ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യത്തേത് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 സിവിൽ അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 2 സിവിൽ ആണ് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ. ഇത് 2018 ലാസ്റ്റ് ഈ നോട്ടിഫിക്കേഷൻ PSC വിളിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് 18 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്കാണ് ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്ന അതത് കാറ്റഗറീസിന് ഏജ് റിലാക്സേഷൻ ഇതിൻ്റെ കൂടെ ലഭിക്കുന്നതാണ്. 22,200 രൂപ മുതൽ 48,000 രൂപ വരെയായിരുന്നു 2018 വന്ന നോട്ടിഫിക്കേഷനിൽ സ്കെയിൽ ഓഫ് പേ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സ്കെയിൽ ഓഫ് പേ ഒക്കെ ഇപ്പോൾ റിവൈസ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 സിവിലിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. SSLCയും അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ട്രേഡ്, അതായത് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ അല്ലെങ്കിൽ സർവേയറിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണ് ഈ തസ്തികയുടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 66 അഡ്വൈസ് ആണ് ഈ പറഞ്ഞ പോസ്റ്റിലോട്ട് ലാസ്റ്റ് നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ OC 45 റാങ്ക് വരെയുള്ള വിദ്യാർത്ഥിക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലാസ്റ്റ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 2021 ഈ പറഞ്ഞ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് നിലവിലില്ല. 2024 ജനുവരിയോടുകൂടി ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പയർ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നും ഏകദേശം 66ഓളം അഡ്വൈസ് പോയിട്ടുള്ളതെന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും മികച്ച ഒരു അവസരം തന്നെയാണ് ഈ ഓവർസിയർ ഗ്രേഡ് 2 എന്ന് പ്രത്യേകം നിങ്ങൾ ഓർക്കുക. അതുപോലെ തന്നെ ലാസ്റ്റ് ഈ എക്സാമിൻ്റെ കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ 81 മാർക്കായിരുന്നു കട്ട് ഓഫ് ആയിട്ട് വന്നിരുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മാക്സിമം മാർക്ക് 89.67, അതായത് ഫസ്റ്റ് റാങ്ക് ലഭിച്ച വിദ്യാർത്ഥിക്ക് അന്ന് ലഭിച്ചിരുന്നത് 89.67 മാർക്കായിരുന്നു. ഇത് ഇന്റർവ്യൂ ഉള്ള ഒരു തസ്തികയല്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. അതുപോലെ മെയിൻ ലിസ്റ്റിൽ 147ഓളം വിദ്യാർത്ഥികൾ ഈ ഒരു തസ്തികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 147 വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുള്ള ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും 66 അഡ്വൈസ് ആണ് ടോട്ടൽ പോയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. അടുത്തത് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ജൂനിയർ കെമിസ്റ്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് അടുത്തത്. 2017 ഈ പറഞ്ഞ തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. 18 മുതൽ 41 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, 36 വയസ്സല്ല 41 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്ക് ജൂനിയർ കെമിസ്റ്റ് എന്ന് പറഞ്ഞ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിലവിൽ ഏജ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ, അതായത് 36 വയസ്സിന് ശേഷമുള്ള ഏജ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അത് മാത്രമല്ല 41 വയസ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ തസ്തികയിലേക്കുള്ള ഏജ് ലിമിറ്റിൽ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്ന കാറ്റഗറീസിന് അതിൻ്റെ കൂടെ തന്നെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. സ്കെയിൽ ഓഫ് പേ നോക്കുകയാണെങ്കിൽ റിവേഴ്സ് ആയിട്ടുണ്ട്. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള സ്കെയിൽ ഓഫ് പേ അല്ല ജൂനിയർ കെമിസ്റ്റിൽ ഇപ്പോൾ ലഭിക്കുന്നത്. അത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഇനി ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. MSc കെമിസ്ട്രി അല്ലെങ്കിൽ അപ്ലൈഡ് കെമിസ്ട്രി ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ MSc കെമിസ്ട്രി അല്ലെങ്കിൽ അപ്ലൈഡ് കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ്സോടുകൂടി നിങ്ങൾ പാസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ജൂനിയർ കെമിസ്ട്രി തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ലാസ്റ്റ് എക്സാമിന്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 5/3/2021 ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. അപ്പം ആ പഴയ എക്സാമിന്റെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ 42.67 മാർക്കായിരുന്നു അന്ന് കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ മാക്സിമം മാർക്ക്, അതായത് ഫസ്റ്റ് റാങ്ക് ലഭിച്ച വിദ്യാർത്ഥിക്ക് അന്ന് 48 മാർക്കായിരുന്നു ലഭിച്ചിരുന്നത്. ഈ ഒരു തസ്തികയിലേക്കും ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതല്ല. ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ഏതാണെന്ന് നോക്കാം. അടുത്തത് കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് അടുത്ത ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കറിയാം ഇപ്പം അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇലക്ട്രിക്കലുകാർക്കുള്ള നോട്ടിഫിക്കേഷൻ PSC വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സിവിലുകാരുടെ എക്സാം വന്നതിന് ശേഷം റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഇപ്പം 1 വർഷം ആകുന്നേ ഉള്ളൂ. അപ്പോൾ സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ട്രേഡുകളായിട്ടായിരിക്കില്ല ഇപ്പം PSC അസിസ്റ്റന്റ് എഞ്ചിനീയർ വിളിക്കുന്നത്. അപ്പം മറ്റ് ട്രേഡുകളായിട്ടുള്ള ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീം ബേസ് ചെയ്തിട്ടായിരിക്കാം അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പം ആ നോട്ടിഫിക്കേഷന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തതിനു ശേഷം നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, BTech ഇൻ ദ അപ്രോപ്രിയേറ്റ് ട്രേഡ് ആണ് ഈ പറഞ്ഞ തസ്തികയുടെ ക്വാളിഫിക്കേഷൻ വരുന്നത്. നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഈ തസ്തികയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ മുന്നിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട 3 നോട്ടിഫിക്കേഷൻസ്. അപ്പം ഗസറ്റിൽ വന്നു കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ ഗസറ്റിൽ വന്നാൽ ഉടൻ തന്നെ നമ്മൾ ഈ നോട്ടിഫിക്കേഷനോട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ഇതുപോലുള്ള PSC അല്ലെങ്കിൽ RRB SSC റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ഗുഡ് ബൈ.